നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണസമിതിയെയും പ്രതിരോധത്തിലാക്കുകയാണ് ഇപ്പോഴത്തെ SITയുടെ പല നീക്കങ്ങളും. തോറ്റ് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടത്തിയിട്ടുള്ള കൊള്ളയുടെ പാപങ്ങൾ വിടാതെ പിന്തുടരുകയാണ് CPMനെ. മാത്രമല്ല പല ഉന്നതരെയും സംബന്ധിച്ച് വരും ദിവസങ്ങൾ ഏറെ നിർണായകമായും കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ട് സഹിതം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് SIT. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിന്റെ തലേന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ തിരുവനന്തപുരത്തേക്ക് പോയതിന് ഔദ്യോഗിക വാഹനത്തിന്റെ ലോഗ് ബുക്ക് തെളിവ്. 2019 ജാനുവരി 1 രാത്രി 8:45 പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പത്മകുമാർ പമ്പയിലെത്തിയത്. ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് തിരിച്ചു. ചരൽമേട് എത്തിയപ്പോൾ ഭരണ നേതൃത്വത്തിലെ ഓഫീസിലെ ഉന്നതൻ വിളിച്ച് അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ് പത്മകുമാറിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ആരാണ് ആ ഉന്നതൻ, ആര് വിളിച്ചിട്ടാണ് അവിടെ അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. യുവതികൾ ദർശനം നടത്തുമ്പോൾ പത്മകുമാറിനെ സന്നിധാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു ഉദ്ദേശമെന്നാണ് പറയുന്നത്. യുവതികൾ ദർശനം നടത്തിയെന്നറിഞ്ഞ ശേഷം ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ സ്വാധീനമുള്ള നേതാവിനെ എതിർപ്പറിയിച്ച് മടങ്ങിയ പത്മകുമാർ താൻ രാജിവെക്കുന്നു എന്ന് കാണിച്ച് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അയക്കാൻ കത്തും തയ്യാറാക്കിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായുള്ള കത്ത് ദേവസ്വം സെക്രട്ടറിക്കും തയ്യാറാക്കി. എന്നാൽ നാട്ടിലെ തന്റെ ഒരു വിശ്വസ്തന്റെ നിർദ്ദേശപ്രകാരം രാജിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ CPM ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇന്നുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ മാധ്യമത്തിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണ് ഇന്ന് പത്മകുമാറിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യത. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള റിപ്പോർട്ടിലാണ് നടപടി ശുപാർശ ഉണ്ടായത്. പാർട്ടി അംഗത്വം പുതുക്കി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് നടപടി ഉണ്ടാകുന്നത്. അതേസമയം പത്മകുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നത് നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണെന്ന ആരോപണം ഔദ്യോഗിക പക്ഷത്തു നിന്നുണ്ടാവുന്നുണ്ട്. യുവതികൾ പ്രവേശിച്ച സമയത്ത് പത്മകുമാറിനെയും അന്നത്തെ IG S. ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് അകറ്റി നിർത്തിയെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒന്നുകിൽ തരം താഴ്ത്തൽ അല്ലെങ്കിൽ പുറത്താക്കൽ, ഇതിലൊരു നടപടി പത്മകുമാറിനെതിരെ ഉണ്ടാകും. പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്നുള്ള വികാരം കൂടി കണക്കിലെടുത്താണ് നടപടി ശുപാർശ. താക്കീതിൽ മാത്രം നടപടി ഒതുങ്ങിയാൽ അത് പത്മകുമാറിന് നേട്ടമാകും. തരം താഴ്ത്തൽ ഉണ്ടായാൽ അദ്ദേഹം പാർട്ടി വിടുമെന്നും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നും അഭ്യൂഹമുണ്ട്. അതിനിടെ പത്മകുമാർ ആത്മകഥ എഴുതുമെന്നും വാർത്തകളുണ്ട്. അതേസമയം SITയും മറ്റൊരു നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അവസാനവട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മിഥുനമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് പരിശോധന ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും താഴത്തെ ഭാഗവുമാണ് ഇളക്കി പരിശോധിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഏപ്രിലിൽ നടന്ന പരിശോധനയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ അത് ഒഴിവാക്കിയിരുന്നു. ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ഇവ കഴിഞ്ഞ ദിവസം ഇളക്കിയെടുത്തത്. ആദ്യമായാണ് പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിനും ഭംഗിക്കും വേണ്ടിയാണ് ഇത് വെക്കുന്നത്. തടിയിലും ലോഹത്തിലും നിർമ്മിക്കാറുണ്ട്. ശബരിമലയിൽ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞാണ് പ്രഭാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി നേരത്തെ പരിശോധിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇളക്കി തൂക്കമടക്കം നോക്കുകയായിരുന്നു. ശ്രീകോവിൽ വാതിലിന്റെ വടക്ക് ഭാഗത്തെ കട്ടിളപ്പാളിയാണ് പരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസം ഇളക്കിയെടുത്തത്. പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന സാഹചര്യത്തിലാണ് SIT സംഘം സന്നിധാനത്തെത്തിയത്.
വിശ്വാസപരമായ കാര്യങ്ങളാൽ പ്രഭാമണ്ഡലം കൂടുതൽ സമയം മാറ്റിവെക്കാൻ സാധിക്കാത്തതിനാൽ അത് അഴിച്ചെടുത്ത് പരിശോധന പൂർത്തിയാക്കി നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ തിരികെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. പരിശോധനകൾ ഇന്നും നാളെയുമായി പൂർത്തിയാക്കി എത്രയും വേഗം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SITയുടെ ലക്ഷ്യം. സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിന് സമീപത്തെ മുറിയിലെത്തിച്ച് ഇവയുടെ തൂക്കും മാറ്റവും SIT പരിശോധിച്ചു. മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നതോടെയാണ് ഇവയുടെ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തെത്തിയത്. ഇന്നലെ വൈകിട്ട് 5-ന് SIT സംഘം സന്നിധാനത്തെത്തിയെങ്കിലും ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ R. റെജിലാൽ എത്താൻ വൈകിയതിനാൽ 6:15-നാണ് പ്രഭാമണ്ഡലം ഇളക്കിയെടുത്തത്. SIT തലവൻ SP ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ച വിദഗ്ധരും ചേർന്നാണ് പരിശോധന നടത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ 12 പ്രതികളാണുള്ളത്. കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ എല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. കേസിലെ 2ാം പ്രതി മുരാരി ബാബു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. നേരത്തെ പലതവണ സമയം നീട്ടി ചോദിച്ചിരുന്നതിനാൽ ഇത്തവണ റിപ്പോർട്ട് നൽകാൻ കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിള പാളികൾ എന്നിവയിൽ നിന്ന് വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ജംഷഡ്പൂരിലെ ലാബിലേക്കും അയച്ചിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ് ഈ പരിശോധനാ ഫലങ്ങൾ. അതിലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യാനുള്ള നോട്ടീസാണ് അയച്ചത്. ഈ മാസം 18-ന് മുമ്പ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹാജരാക്കാനാണ് നോട്ടീസിൽ പറയുന്നത്. അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2025-ലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷണ സംഘം ചോദിച്ചതെന്നും തന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും പ്രശാന്ത് അന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം നേരത്തെ പുറത്തു വന്നിരുന്നു. ദ്വാരപാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ച ശേഷം കുറഞ്ഞ അളവിൽ സ്വർണം പൂശി തിരികെ സ്ഥാപിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഭൂരിഭാഗം സ്വർണവും കൊള്ളയടിക്കപ്പെട്ടെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. അതേസമയം PS പ്രശാന്തിന്റെ ഭരണസമിതി കഴിഞ്ഞ വർഷം അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ പാളികളിൽ നിന്ന് പൂർണ്ണമായും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കണ്ടെത്തലിൽ പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SITയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചത്. 8ഓളം സാമ്പിളുകളാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കായിട്ട് അയച്ചത്. ജംഷഡ്പൂരിലെ ലബോറട്ടറിയിലായിരുന്നു പരിശോധന. 2019-ലാണ് പാളികളിലെ സ്വർണം വേർതിരിച്ചത്. ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം മാറ്റിയതായാണ് കണ്ടെത്തൽ.